നമസ്കാരം. കർക്കിടക മാസം ആരംഭിക്കുവാൻ ഇനി അധികം ദിവസങ്ങളില്ല. കർക്കിടക മാസത്തിൽ ഒരു സ്ത്രീ നിർബന്ധമായും ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഈ പരാമർശിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്കും കുടുംബത്തിനും സർവ്വ ഐശ്വര്യങ്ങൾ നൽകുന്നതായ കാര്യങ്ങളാകുന്നു. അതിരാവിലെ സൂര്യോദയത്തിന് മുൻപായി തന്നെ ഉണരേണ്ടത് അനിവാര്യമാകുന്നു. ഉണർന്ന് വിളക്ക് തെളിയിക്കണം എന്ന കാര്യം ഏവരും ഓർക്കുക. ശരീരശുദ്ധിയോടെയും മനഃശുദ്ധിയോടെയും തന്നെ ഈ കാര്യം ഏവരും ചെയ്യുക. ഇങ്ങനെ നിത്യവും ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാധീനം നാൾക്ക് നാൾ വർദ്ധിക്കും. രോഗദുരിതങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുകയും ആരോഗ്യം വർദ്ധിക്കുകയും ചെയ്യും. മുക്കുറ്റിയുടെ പ്രാധാന്യം ഏവർക്കും അറിയാം. അതിനാൽ തന്നെ മുക്കുറ്റി തിലകം നിത്യവും അണിയുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. രാമായണ മാസം ഇപ്രകാരം ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ചില കാര്യങ്ങൾ അനുകൂലമായി തീരാം. ആരോഗ്യപരമായ ഉയർച്ച വന്നു ചേരാം. മാനസികപരമായ സൗഖ്യം നിങ്ങളിലേക്ക് കടന്നു വരും. നെഗറ്റീവായ ചിന്തകൾ കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് എങ്കിൽ അത്തരം ചിന്തകളെ ഒഴിവാക്കി പോസിറ്റീവായ ഊർജം നിലനിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. സുമംഗലികൾ ഇപ്രകാരം ചെയ്യുന്നത് ദീർഘസുമംഗലി യോഗം വന്നു ചേരുന്നതിനും സഹായകരമായി തീരും. അതിനാൽ മറക്കാതെ ഈ കാര്യം നിത്യവും അണിയുക. രാമായണ പാരായണത്തിന്റെ പ്രാധാന്യം ഏവർക്കും അറിയാം. അതിനാൽ തന്നെ ആ പ്രാധാന്യം ഉൾക്കൊണ്ട് നിത്യവും രാമായണ പാരായണം ചെയ്യുവാൻ ഏവരും ശ്രദ്ധിക്കുക. രാമായണം പാരായണം ചെയ്യുക. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ സർവ്വ ഐശ്വര്യങ്ങൾ ആ വീടുകളിലേക്ക് വന്നു ചേരും. എന്നാൽ ഏവർക്കും ഇത്തരത്തിൽ സാധിക്കണം എന്നില്ല. അതിനാൽ ഒരു വരിയെങ്കിലും നിത്യവും നിങ്ങൾ വായിക്കുവാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ കുടുംബത്തിന് ഉയർച്ച മാത്രമേ നൽകൂ. കർക്കിടകം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ പട്ടാഭിഷേകം വരെ വായിക്കണം എന്ന കാര്യം പ്രത്യേകമായി ഓർക്കുക. സമയം കണ്ടെത്തി നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുവാൻ ഏവരും ശ്രദ്ധിക്കുക. കൺമഷി അണിയുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. കൺമഷി അണിയുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ്. സ്ത്രീകൾ ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ചില അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ദൃഷ്ടിദോഷമുണ്ട് എങ്കിൽ ദൃഷ്ടിദോഷം ഒഴിയുന്നതിനും രോഗദുരിതങ്ങൾ വന്നു ചേരാതിരിക്കാനും രോഗദുരിതങ്ങൾക്ക് ശമനം ലഭിക്കുവാനും സഹായകരമാണ് രാമായണ മാസത്തിൽ ഇപ്രകാരം പ്രത്യേകിച്ചും ചെയ്യുന്നത്. കുങ്കുമം അണിയുന്നതും പ്രത്യേകിച്ചും പൂജിച്ചു കൊണ്ടുവന്ന കുങ്കുമം പൂജാമുറിയിൽ വയ്ക്കുന്നതും അവ നിത്യവും അണിയുന്നത് ഏറ്റവും ശുഭകരമാണ്. എന്നാൽ പുലവാലായ്മ ഉള്ള സമയത്തും അശുദ്ധിയുള്ള സമയത്തും പൂജിച്ച സിന്ദൂരം അഥവാ കുങ്കുമം അണിയുവാൻ പാടുള്ളതല്ല. ആ സമയം മറ്റ് കുങ്കുമം അണിയാവുന്നതാണ്. ഈ കാര്യം പ്രത്യേകം ഓർക്കുക. ഇങ്ങനെ സ്ത്രീകൾ ചെയ്യുന്നതിലൂടെ ദീർഘസുമംഗലി ഭാഗ്യവും സ്ത്രീകൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരും. അതിനാൽ ഈ കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. കയ്യിൽ മൈലാഞ്ചി അണിയണം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. സ്ത്രീകൾ ഈ കാര്യം ചെയ്യുന്നതിലൂടെ കർക്കിടക മാസം ചെയ്യുന്നതിലൂടെ ചില ശുഭകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ദേഷ്യം നിങ്ങൾക്കുണ്ട് എങ്കിൽ, മുൻകോപമുണ്ട് എങ്കിൽ അത് കുറയ്ക്കുന്നതിന് സഹായകരമാണ് ഇപ്രകാരം ചെയ്യുന്നത്. ആരോഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്നതിനും ശാന്തി വന്നു ചേരുന്നതിനും സഹായകരമാണ് ഇപ്രകാരം ചെയ്യുന്നത്. ദുർഗാദേവിയെ മഹിഷാസുര മർദ്ദനത്തിന് ശേഷം ശാന്തമാക്കുവാനായി കൈകളിലും കാലുകളിലും മറ്റ് ദേവിമാർ മൈലാഞ്ചി അണിയിച്ച ശേഷമാണ് ശാന്തമായി എന്നതാണ് വാസ്തവം, അഥവാ ശാന്തമാക്കുവാൻ സാധിച്ചത് എന്നാണ് ഐതിഹ്യം. അതിനാൽ തന്നെ അത്രമേൽ പ്രാധാന്യം മൈലാഞ്ചി അണിയുന്നതിനുണ്ട്. അതിനാൽ തീർച്ചയായും ഈ ഒരു കാര്യം ഏവരും ചെയ്യുക. പ്രത്യേകിച്ചും കർക്കിടകാരംഭത്തിൽ ആദ്യ വെള്ളിയാഴ്ച തന്നെ, കർക്കിടകം ആരംഭിക്കുന്ന ആദ്യ വെള്ളിയാഴ്ച ഈ കാര്യം ചെയ്യുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ദേവി കടാക്ഷവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ്. ഉറങ്ങുന്നതിന് മുൻപ് കുട്ടികൾ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ തീർച്ചയായും ഈ ഒരു കാര്യം നിങ്ങൾ നിത്യവും ചെയ്യുക. രാമായണ മാസം കഴിഞ്ഞതിന് ശേഷവും ഇത് തുടരുന്നത് ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കുട്ടികൾക്ക് രാമായണത്തിലെ വരികൾ വായിച്ച് കേൾപ്പിക്കുക. കുട്ടികൾ ഉറങ്ങുന്നതിന് മുൻപ് അത് 2 വരിയാണ് എങ്കിൽ പോലും അപ്രകാരം ചെയ്യുവാൻ
നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ കുട്ടികളിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു ചേരും. അവർക്ക് ഭാഗ്യം വന്നു ചേരും, ഭാഗ്യം വർദ്ധിക്കും. അതേപോലെ തന്നെ ആ കുട്ടികളുടെ മനസ്സിലേക്ക് സൽചിന്തകൾ കടന്നു വരും. അതിനാൽ തന്നെ ആ കുട്ടികൾക്ക് ഉയരങ്ങൾ കീഴടക്കുവാനും ഏറ്റവും ശുഭകരമായ രീതിയിൽ തന്നെ മുന്നോട്ടുള്ള യാത്ര അവർക്ക് അനുകൂലമായി തീരും. രാത്രി 9:30 ആകുമ്പോഴേക്കും ഉറങ്ങുവാൻ ശ്രമിക്കണം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ജീവിത സാഹചര്യത്താൽ അതിന് സാധിക്കാത്തവർക്ക് നിങ്ങൾ എപ്പോഴാണോ ഉറങ്ങുന്നത് അതേപോലെ ചെയ്യാം. അതല്ല എങ്കിൽ രാത്രി 9:30 തന്നെ ഉറങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സൂര്യാസ്തമന ശേഷം കട്ടിയുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുന്നതാണ് ശുഭകരം എന്ന് പറയാം. രോഗങ്ങൾ വന്നു ചേരുന്നതിന്, അത് തടയുന്നതിന് സഹായകരമാണ് ഇപ്രകാരം ചെയ്യുന്നത്. അതിനാൽ ഈ കാര്യവും ഓർക്കുക. ദശപുഷ്പങ്ങൾ. ഔഷധമായി ഉപയോഗിക്കുന്ന 10 കേരളീയ നാട്ടുചെടികളാണ് ദശപുഷ്പങ്ങൾ. വിഷ്ണുക്രാന്തി അഥവാ കൃഷ്ണക്രാന്തി, കറുക, മുയൽ ചെവിയൻ, തിരുതാളി, ചെറുള, നിലപ്പന, കയ്യൂന്നി, പൂവാങ്കുറുന്നൽ, മുക്കുറ്റി, ഉഴിഞ്ഞ, ഇന്ദ്രവല്ലി, കേശരാജ, ഭാർഗവി, ഹരികോന്തിജം, ഭദ്ര, ജലപുഷ്പ, സംഭാരി, സഹദേവി, ലക്ഷ്മണ, താലപത്രിക എന്നിങ്ങനെ സംസ്കൃത നാമങ്ങളുമുണ്ട്. ഇവ തലയിൽ ചൂടുന്നതിലൂടെ സ്വയം ലക്ഷ്മി ദേവിയായി ആ സ്ത്രീ മാറുന്നു എന്നതാണ് വാസ്തവം. അത്രമേൽ പ്രാധാന്യമുണ്ട്. അതിനാൽ തന്നെ ഇത് തലയിൽ ചൂടുന്നത് ഏറ്റവും ശുഭകരമാണ്. സാധിക്കാത്തവരാണ് നിങ്ങൾ എങ്കിൽ തുളസിക്കതിരെങ്കിലും ചൂടുക. കൂടാതെ നിത്യവും തുളസിക്ക് ജലം സമർപ്പിക്കുകയും തുളസിയെ വലം വയ്ക്കുകയും ചെയ്യുക. കൂടാതെ ക്ഷേത്ര ദർശനം ചെയ്യണം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എണ്ണ തേച്ചുള്ള കുളിയും ഏറ്റവും അനിവാര്യം തന്നെയാകുന്നു. ഈ കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. പത്തിലത്തോരൻ. കർക്കിടക മാസത്തിലെ ഔഷധ കഞ്ഞിയോടൊപ്പം കഴിക്കാനുള്ള ഒരു വിഭവം തന്നെയാണ് പത്തിലത്തോരൻ. 10 ഇലകൾ ചേർത്തുണ്ടാക്കുന്ന ഈ തോരന് പല കൂട്ടുകളുമുണ്ട്. പത്തിലത്തോരൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഇലകൾ താഴെ പറയുന്നവയാണ്: ചുവന്ന ചീര, പച്ചച്ചീര, മുള്ളൻചീര, സാമ്പാർ ചീര, തഴുതാമയില, പയറില, കുമ്പളത്തില, തകരയില, കാട്ടുതാൾ, കൂളത്താൾ, മത്തന്റെ തളിരില, കോവലില, ചേമ്പില, ചേനയില, മുരിങ്ങയിലയാകുന്നു. മാംസം ഈ സമയം പൂർണ്ണമായും ഒഴിവാക്കുന്നതാണ്. മത്സ്യം, മാംസം എന്നിവ ഈ സമയം പൂർണ്ണമായും ഒഴിവാക്കുന്നതാണ് ശുഭകരം എന്ന കാര്യവും ഏവരും ഓർക്കുക.